അപ്പോൾ ഇതാണ് നോമ്പ് തുറയ്ക്ക് പറ്റിയ ലളിതമായ ഒരു എണ്ണ പലഹാരം. പപ്പടവും മുട്ടയും വെച്ചിട്ടുള്ള ഒരു എണ്ണ പലഹാരമാണ്. നല്ല ടേസ്റ്റുണ്ട്. ഇതിൽ മസാല ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ മസാല ഒഴിവാക്കി മുട്ട മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. എന്തായാലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോമ്പൊക്കെയാണ്. നോമ്പ് തുറയ്ക്ക് ഉണ്ടാക്കാവുന്ന ഒരു എണ്ണ പലഹാരമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ്, ഒരു സവോളയുടെ പകുതി, ഒരു പച്ചമുളക്, ഒരു 2 വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ടു. സവോള ഒന്ന് മൂത്ത് വരാനായിട്ട് 3/4 സ്പൂൺ കൊടുക്കും. സവോള വളരെയധികം മൂത്ത് വരുമൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മറിയാൻ മതി കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് നിറം മറിയാൻ മതി. അതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, വീണ്ടും നന്നായിട്ടിളക്കുക. പൊടികളൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാൻ മതി. കൂടുതൽ വിശദമായിട്ടും ഇതാക്കണ്ട. അതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 3 ഓക്കെ. ഇത്രയും നിങ്ങൾക്ക്
ഇതിൻ്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. തീ ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് കൂടി ഇളക്കുക. കാരണം എന്താ വെച്ചാൽ ചട്ടി ചൂടുണ്ടാവും. അപ്പോൾ അതിലിരുന്നിട്ട് വേവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊടിയൊക്കെ പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കും. ഇത്തിരി നമുക്ക് ആവശ്യവും കേട്ടോ. ഇനിയാണ് തണുക്കണേ. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം. അപ്പം നമ്മൾ പലഹാരം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചട്ടി അടുപ്പിച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിടാൻ പോകുന്നത് പപ്പടം എടുത്തു. അതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല കുറച്ച് വെച്ചു. ഒരു മുട്ട പകുതിയാക്കിയത് ഈ ഉണ്ണിയുടെ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് മുകൾ വശം കൂട്ടി ഒട്ടിക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒട്ടിക്കാം. മസാല കുറച്ചെടുക്കുക, മുട്ട കമത്തി വയ്ക്കുക. പപ്പടം ഒട്ടി. നിങ്ങൾക്കത് മൈദമാവ് ഉപയോഗിച്ചിട്ടും ഒട്ടിക്കാം കേട്ടോ. മൈദമാവ് ഇതാക്കിയിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കും. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് അത് ഒട്ടും, അതുപോലെ ഒട്ടിയിരിക്കുകയും ചെയ്യും. ഇതുപോലെ ഇങ്ങനെ വിട്ട് പോരില്ല. വെള്ളം കൊട്ടിക്കാൻ കുറച്ച് താമസവും ഉണ്ടാകും, കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അത് കഴിഞ്ഞ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഈ പപ്പടം ഇട്ട് കൊടുക്കാം. സാധാരണ പപ്പടം മൂക്കുന്ന പോലെ തന്നെ ഇത് മൂക്കും. ഒന്ന് തിരിച്ചു മറിച്ചുകൊണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ കോരിയിടുക, മറു സൈഡ് നോക്കാൻ വേണ്ടി ബാക്കിയിടുക. ഇത്രയേ നിങ്ങൾക്ക് ചെയ്യാൻ. അധികം എണ്ണ ഉപയോഗിക്കില്ല, നിങ്ങൾക്ക് അധികം സമയം എടുക്കില്ല. ഓക്കെ.